കേരള ടെക്സ്റ്റൈൽസ് ആൻഡ് ഗാർമെന്റ്സ് ഡീലേഴ്സ് വെൽഫെയർ അസോസിയേഷൻ കട്ടപ്പന മേഖലാ സമ്മേളനം നടന്നു. മന്ത്രി റോഷി അഗസ്റ്റിൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കോവിഡിന് ശേഷം ഉണർവോടെ ഉയർത്തെഴുന്നേറ്റ ഒരു മേഖലയാണ് വസ്ത്ര വ്യാപാര മേഖല. എന്നാൽ ഈ മേഖലയിലേക്ക് ബഹുരാഷ്ട്ര കുത്തകകളുടെ കടന്നുവരവ്, ഓൺലൈൻ വ്യാപാരം എന്നിവ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന കാര്യങ്ങളാണെന്ന് മനസ്സിലാക്കുന്നു. കാലത്തിന് അനുസരിച്ചുള്ള മാറ്റങ്ങൾ വസ്ത്ര വ്യാപാര മേഖലയിൽ ഉണ്ടാക്കിയെടുത്താൽ ഇവയെല്ലാം തരണം ചെയ്യാൻ കഴിയുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. പ്രതിസന്ധികളെ അതിജീവിക്കുക എന്നുള്ളതാണ് മറ്റു മാർഗങ്ങളില്ല. കോവിഡിന്റെ ഘട്ടം മുതൽ വന്ന ഒരു മാറ്റം എല്ലാ രംഗത്തും ഉണ്ടായി. അത് ഉണർവോടും പുതുമയോടുകൂടി ഉണർന്നു എഴുതേറ്റുന്ന മേഖലയാണ് വസ്ത്ര വ്യാപാര മേഖല. അത് കോവിഡിനേക്കാളൊക്കെ വളരെ പെട്ടെന്ന് സജ്ജമായി. വസ്ത്ര വ്യാപാരി സംഘടനയായ കേരള ടെക്സ്റ്റൈൽസ് ആൻഡ് ഗാർമെന്റ്സ് ഡീലേഴ്സ് അസോസിയേഷൻ കട്ടപ്പന മേഖലാ സമ്മേളനം കട്ടപ്പന വെള്ളയാങ്കുടി റോഡിലുള്ള ഹൈറേഞ്ച് കൺവെൻഷൻ സെന്ററിൽ വെച്ചാണ് നടന്നത്. നഗരസഭാ ചെയർപേഴ്സൺ ജോയി വെട്ടിക്കുഴി മുഖ്യ അതിഥിയായിരുന്നു. സംഘടനയുടെ സംസ്ഥാന ജില്ലാ നേതാക്കൾ പങ്കെടുത്തു. കേരളത്തിലെ വസ്ത്ര വ്യാപാരികളുടെ ഐക്യത്തിനും ഉന്നമനത്തിനും വേണ്ടി രൂപീകൃതമായ സംഘടനയാണിത്. കഞ്ഞിക്കുഴി, ചെറുതോണി, തോപ്രാംകുടി, മുരിക്കാശ്ശേരി, നെടുങ്കണ്ടം, തൂക്കുപാലം, കട്ടപ്പന, ഉപ്പുതറ, വാഗമൺ, ഏലപ്പാറ തുടങ്ങിയ ചെറുതും വലുതുമായ വസ്ത്ര വ്യാപാരികളുടെയും നിരവധിയായ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് അവരുടെ ക്ഷേമത്തിനു വേണ്ടി പ്രവർത്തിച്ചു വരികയാണ്. സംഘടനയുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായി ജില്ലാ സംസ്ഥാന നേതൃത്വങ്ങളുടെ നിർദ്ദേശപ്രകാരം വനിതകളുടെ കൂട്ടായ്മയായ വനിതാ കുഞ്ഞ് കട്ടപ്പന മേഖലയിൽ രൂപീകരിച്ച പ്രവർത്തനം ആരംഭിച്ചു. കട്ടപ്പന മേഖലാ പ്രസിഡന്റ് സന്തോഷ് ദേവസ്യ, മേഖലാ സെക്രട്ടറി അഹമ്മദ് കബീർ, ട്രഷറർ മുഹമ്മദ് നബീബുള്ള, വൈസ് പ്രസിഡന്റ് അലിൻ ബി നിരവത്ത്, ജോയിന്റ് സെക്രട്ടറി സൈജോ ഫിലിപ്പ്, രാഹുൽ പി ശശിധരൻ, ജസ്റ്റിൻ ജോർജ്, അഞ്ജു അനീഷ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.